ഹലോ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 6 സയൻസ് ചാപ്റ്റർ 1 കാസ്കറ്റ്സ് ഓഫ് ലൈഫാണ്. കാസ്കറ്റ്സ് ഓഫ് ലൈഫ് എന്ന് വെച്ചാൽ ജീവൻ്റെ ചിപ്പുകൾ. ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് ഈ പെൺകുട്ടി പറയുന്നത്? സോ പെയിൻഫുൾ അറ്റ് ദ ബൈറ്റ് ഓഫ് സച്ച് എ സ്മോൾ ഇൻസെക്റ്റ്. ഇത്ര ചെറിയൊരു പ്രാണി കഴിച്ചപ്പോൾ തന്നെ എത്രയും വേദനയോന്നാണ് ഈ കുട്ടി ചോദിക്കുന്നത്. ആരാണ് ഈ കുട്ടി? മിന്നു വാസ് വാക്കിംഗ് അലോങ് ദ ബ്യൂട്ടിഫുൾ ഗാർഡൻ ഇൻ ഫ്രണ്ട് ഓഫ് ഹർ ഹൗസ് ഹമ്മിങ് എ ട്യൂൺ. അപ്പം മിന്നു എന്ന് പറഞ്ഞൊരു പെൺകുട്ടി അവളുടെ വീടിൻ്റെ മുമ്പിലുള്ള ഒരു ഭംഗിയുള്ള ഗാർഡനിൽ കൂടെ നടക്കുകയായിരുന്നു മൂളിപ്പാട്ടൊക്കെ പാടി. അറ്റ് വൺസ് സംതിങ് പ്രിക്ഡ് ഹർ. പെട്ടെന്ന് അവളുടെ കയ്യിൽ എന്തോ കുത്തി. ഇറ്റ്സ് സോ പെയിൻഫുൾ. എന്തൊരു വേദനയാണ്. ഷി വാസ് സർപ്രൈസ്ഡ് വെൻ ഷി സോ എ ലിറ്റിൽ ബ്ലാക്ക് ഇൻസെക്റ്റ് ഓൺ ഹർ ഹാൻഡ്. അപ്പോൾ പെട്ടെന്ന് തൻ്റെ കയ്യിലൊരു കുഞ്ഞു കറുത്ത നിറത്തിലുള്ളൊരു ചെറിയ പ്രാണി അവൾ കണ്ടപ്പോൾ ഷി വാസ് സർപ്രൈസ്ഡ്. അവൾക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ഹൗ ടൈനി ദ ക്രീച്ചർ ഇസ്. എത്ര ചെറിയൊരു ജീവിയാണെന്നാണ് ഈ കുട്ടി ആലോചിക്കുന്നത്. ഞാനിവിടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന പിക്ചറിൽ കാണുന്നത് ഒരു ബ്ലാക്ക് ഇൻസെക്റ്റ് എത്ര ചെറുതായില്ലേ നമ്മുടെ ഒരു വിരൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതുപോലൊരു പ്രാണിയാണ് മിന്നുവിനെയും കൊത്തിയിരിക്കുന്നത്. ഈവൻ സ്മോളർ ദാൻ ആൻ ആൻറ്റ്. ഉറുമ്പിനേക്കാളും ചെറുത്. ദർ ആർ സോ മെനി കൈൻഡ്സ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് അറൗണ്ട് us. ബിഗ്, സ്മോൾ, ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ്, ഷേപ്സ് ആൻഡ് സോ ഓൺ. അപ്പോൾ നമ്മുടെ ചുറ്റും വളരെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആണല്ലോ ഉള്ളത്. അതായത് വലുതുണ്ട്, ചെറുതുണ്ട്, വേറെ വേറെ കളേഴ്സ് ഉള്ളതുണ്ട്, വേറെ വേറെ ഷേപ്സ് ഉള്ളതുണ്ട്. അങ്ങനെ പല രീതിയിലും വ്യത്യസ്തമായ സസ്യങ്ങളും ജന്തുക്കളും ഒക്കെയാണ് നമ്മുടെ ചുറ്റുമുള്ളത്. Try to write down the organisms given below in the order of their size. Let the biggest be the first. താഴെ കൊടുത്തിരിക്കുന്ന ജീവികളുടെ അവരുടെ വലുപ്പത്തിനനുസരിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വലിയ ജീവിയാണ് ആദ്യം എഴുതേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ആരാ വരുമോ? ഒബ്വിയസ്ലി ആദ്യം ആരാ വരുമോ? ഫസ്റ്റ് എലിഫൻ്റ് ആണ്. പിന്നെ ആരാണ്? ഗോട്ടാണോ, ക്യാമലാണോ, ഹോഴ്സ് ആണോ? ക്യാമലാണ് സെക്കൻഡ്. പിന്നെ ആര് വരും? ഹോഴ്സ്. ഫോർത്ത് ഗോട്ട് വരും. പിന്നെയാണ് ആൻറ്റ് വരിക. ഇസ് ആൻറ്റ് ദ സ്മോളർ ക്രീച്ചർ ഓൺ ലാൻഡ്. ഉറുമ്പാണോ കരയിൽ ഏറ്റവും ചെറിയ ജീവി? വിച്ച് ഇസ് ദ സ്മോളസ്റ്റ് ക്രീച്ചർ യു ഹാവ് സീൻ. നിങ്ങൾ കണ്ട ഏറ്റവും ചെറിയ ജീവി ഏതാണ്? ഉറുമ്പല്ല അല്ലേ? നമ്മൾ ഉറുമ്പിനേക്കാളും ചെറിയ ജീവികളെ നമുക്ക് ചുറ്റും കാണാൻ പറ്റാറുണ്ട്. ആർ ദെയർ ഓർഗാനിസം സ്മോളർ ദാൻ ദിസ്. ഇതിനേക്കാളും ചെറിയ ജീവികളുണ്ടോ? വോണ്ട് ദെയർ ബി ഈവൻ സ്മോളർ ഓർഗാനിസംസ് ഇൻ വാട്ടർ ആൻഡ് എയർ ടു. വെള്ളത്തിലും വായുവിലും ഒക്കെ ഇതിലും ചെറിയ ജീവികൾ ഉണ്ടാവില്ലേ? ഹൗ കെൻ വി സീ മൈന്യൂട്ട് ഓർഗാനിസംസ്. വളരെ ചെറിയ ജീവികളെ നമുക്ക് എങ്ങനെ കാണാൻ സാധിക്കും? ഷാൽ വി യൂസ് എ ഹാൻഡ് ലെൻസ് ടു സീ ദീസ് മൈന്യൂട്ട് ഓർഗാനിസംസ്. ചെറിയ ജീവികളെ വലുതായി കാണാൻ വേണ്ടി നമുക്കൊരു ഹാൻഡ് ലെൻസ് ഉപയോഗിച്ചോളൂ. ഹാൻഡ് ലെൻസ് എന്ന് വെച്ചാൽ എന്താ? ഇവിടെ ഞാൻ സൈഡിലൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? നമുക്ക് വലുപ്പത്തിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ എഴുതിയ ഒരു ന്യൂസ് പേപ്പറിൻ്റെ മുകളിലൊക്കെ ഹാൻഡ് ലെൻസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലെറ്റേഴ്സ് വളരെ വലുതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളോട് എന്താ പറയുന്നത്? ഒബ്സർവ് ആൻ ആൻറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഹാൻഡ് ലെൻസ്. ഒരു ഉറുമ്പിനെ ഈ ഹാൻഡ് ലെൻസ് വെച്ചിട്ട് നിരീക്ഷിക്കാനാണ് പറയുന്നത്. ഹൗ ബിഗ് ഡസ് ഇറ്റ് അപ്പിയർ. അപ്പോൾ എത്ര വലുതായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത്. നൗ ഒബ്സർവ് എ ക്രീച്ചർ സ്മോളർ ദാൻ ആൻ ആൻറ്റ് യൂസിങ് എ ഹാൻഡ് ലെൻസ്. ഇനി ഉറുമ്പിനേക്കാളും ചെറിയൊരു ജീവിയെ ഹാൻഡ് ലെൻസ് വെച്ച് ഒബ്സർവ് ചെയ്യാനാണ് പറയുന്നത്. പക്ഷെ നമുക്ക് എത്ര വൃത്തിക്ക് അതിനെ ഒബ്സർവ് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും എന്നാണ് ചോദ്യം. ഹൗ കെൻ വി ഒബ്സർവ് ഓർഗാനിസം ദറ്റ് കെൻ നോട്ട് ബി സീൻ ബൈ നേക്കഡ് ഐ. അപ്പോൾ നമുക്ക് നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയാത്ത ജീവികളെ നമുക്ക് എങ്ങനെ നിരീക്ഷിക്കാം? അതിനാണ് നമ്മൾ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. സൈഡിൽ കൊടുത്തിരിക്കുന്ന ബോക്സിൽ എന്താ എഴുതിയിരിക്കുന്നത് വായിച്ചേ? മൈക്രോ ഓർഗാനിസംസ് ദറ്റ് കെൻ നോട്ട് ബി സീൻ ബൈ ദ നേക്കഡ് ഐ കെൻ ബി ഒബ്സർവ് ത്രൂ ദ മൈക്രോസ്കോപ്പ്. അതായത് നഗ്നനേത്രം കൊണ്ട് കാണാൻ സാധിക്കാത്ത കുഞ്ഞ് മൈക്രോ ഓർഗാനിസംസ് അഥവാ സൂക്ഷ്മജീവികളെ നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ കാണാൻ കഴിയും. ഇവിടെ ഞാൻ ഒരു മൈക്രോസ്കോപ്പിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്ന് ഒബ്സർവ് ചെയ്യുക. അപ്പോൾ ഇവിടെയാണ് നമുക്ക് കാണേണ്ട സാധനം നമ്മൾ വയ്ക്കുക. ഇതിലൂടെയാണ് നമ്മൾ നോക്കുക. ഓക്കെ. ഹൗ സ്മോൾ. ട്രൈ ഡൂയിങ് ദിസ് എക്സ്പെരിമെൻറ്റ്. എത്ര ചെറുത്. നമുക്കിനി ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. മെറ്റീരിയൽസ് റിക്വയർഡ്: മൈക്രോസ്കോപ്പ്, സ്ലൈഡ്, കവർ ഗ്ലാസ്, ഹേ സോക്ഡ് വാട്ടർ. അപ്പോൾ എന്തൊക്കെ മെറ്റീരിയൽസാണ് ആവശ്യം? മൈക്രോസ്കോപ്പ്, സ്ലൈഡ്, കവർ ഗ്ലാസ്, ഹേ സോക്ഡ് വാട്ടർ. അപ്പോൾ ഫസ്റ്റ് മൈക്രോസ്കോപ്പ് വേണം, നമ്മൾ മുകളിൽ കണ്ടു. പിന്നെന്താ വേണ്ടത്? സ്ലൈഡാണ്. ഈ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഗ്ലാസ് ആണ് സ്ലൈഡ്. പിന്നെ കവർ ഗ്ലാസ് എന്താണ്? ഈ കൊടുത്തിരിക്കുന്നതാണ് കവർ ഗ്ലാസ്. ഇവിടെ ഒരു സർക്കിൾ കാണുന്നില്ലേ? അപ്പോൾ നമ്മൾ ഇവിടെയാണ് നമ്മൾ നമ്മുടെ ഡ്രോപ്പ് ഓഫ് വാട്ടർ
ഓർ സെൽസൊക്കെ വെക്കുന്നത്. എന്നിട്ട് ഈ കവർ ഗ്ലാസ് ഉപയോഗിച്ചിട്ട് നമ്മളതിനെ കവർ ചെയ്യും. ഇവിടെ സൈഡിൽ കൊടുത്തിരിക്കുന്നത് പിക്ചർ നോക്ക്. ഇതുപോലെയാണ് നമ്മൾ സ്ലൈഡിൻ്റെ മുകളിൽ കവർ ഗ്ലാസ് വെച്ച് കവർ ചെയ്യുന്നത്. പിന്നെന്താ വേണ്ടത്? ഹേ സോക്ഡ് വാട്ടർ. ഹേ എന്താണ്? വൈക്കോൽ. വൈക്കോൽ മുക്കി വെച്ചിരിക്കുന്ന വെള്ളം. കാരണം എന്താ? അതിലെന്താ ഉണ്ടാവുക? മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവും. സൂക്ഷ്മജീവികളെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് വൃത്തികെട്ട വെള്ളമാണ് വേണ്ടത്. അപ്പോൾ ഹേ സോക്ഡ് വാട്ടർ, അതായത് വൈക്കോലൊക്കെ മുക്കി വെച്ച വെള്ളം, അതിലൊക്കെ മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവും. Take a drop of hay-soaked water on a slide. Place the cover glass and then observe it through the microscope. അപ്പോൾ ഇങ്ങനെ ഒരു സ്ലൈഡ് എടുത്ത് ആ സർക്കിളിലോട്ട് ഒരു ഡ്രോപ്പ് ഓഫ് ഈ വൈക്കോൽ വെള്ളം നമ്മൾ ഒറ്റിക്കുകയാണ്. എന്നിട്ട് കവർ ഗ്ലാസ് വെച്ച് കവർ ചെയ്തതിന് ശേഷം അത് നമ്മൾ മൈക്രോസ്കോപ്പിൻ്റെ അവിടെ വയ്ക്കും. എന്നിട്ട് അത് ഒബ്സർവ് ചെയ്യാനാണ് പറയുന്നത്. ഡോണ്ട് യു സീ ടൈനി ഓർഗാനിസംസ് മൂവിങ് ഇൻ ഇറ്റ്? ഈ വീഡിയോ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു മൈക്രോ ഓർഗാനിസംസ് മൂവ് ചെയ്യുന്നത് കാണാറില്ല. ഇതൊരു മൈക്രോസ്കോപ്പിക് വ്യൂ ആണ്. Could you observe any of the organisms given below? അപ്പോൾ താഴെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മൈക്രോസ്കോപ്പിക് ആക്ച്വൽ വ്യൂ പിക്ചേഴ്സും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ആരാണ്? അമീബയാണ്. അമീബ ശരിക്കും മൈക്രോസ്കോപ്പിലൂടെ കാണാൻ ഇങ്ങനെ ഇരിക്കും. പാരമീസിയമാണ്. ഈ ഒരു ഷേപ്പിൽ കാണുന്നതിനാണ് പാരമീസിയം എന്ന് പറയുന്നത്. പിന്നെ യുഗ്ലീന, ഈ ഗ്രീൻ കളർ ആണ് യുഗ്ലീന. ഹാവൻറ്റ് യു ലേൺ അബൌട്ട് ബാക്ടീരിയ, വൈറസ് എക്സെട്ര ഓലിയോ? നിങ്ങൾ ബാക്ടീരിയയെക്കുറിച്ചും വൈറസിനെ കുറിച്ചൊക്കെ മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലേ? ദീസ് ആർ ഓൾസോ മൈക്രോ ഓർഗാനിസംസ്. ഇവരും സൂക്ഷ്മജീവികളാണ്. ഓർഗാനിസംസ് ദറ്റ് കൻ നോട്ട് ബി സീൻ ബൈ ദ നേക്കഡ് ഐ ആർ കോൾഡ് മൈക്രോ ഓർഗാനിസംസ്. ഇനി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് മൈക്രോ ഓർഗാനിസം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് അതിന് ആൻസർ എഴുതുക? ഓർഗാനിസംസ് ദറ്റ് കൻ നോട്ട് ബി സീൻ ബൈ ദ നേക്കഡ് ഐ ആർ കോൾഡ് മൈക്രോ ഓർഗാനിസംസ്. അതായത് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ജീവികളാണ് സൂക്ഷ്മജീവികൾ അഥവാ മൈക്രോ ഓർഗാനിസംസ്. ബേസിസ് ഓഫ് ലൈഫ്, ജീവൻ്റെ നിർമ്മിതി. ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് ടേക്ക് പ്ലേസ് ഇൻ മൈക്രോ ഓർഗാനിസംസ് ടു. വാട്ട് ആർ ദ ബോഡീസ് മെയ്ഡ് ഓഫ്? ഫൈൻഡ് ഔട്ട് യൂസിങ് ദ ഗിവൺ ഡിസ്ക്രിപ്ഷൻ. എല്ലാ സൂക്ഷ്മജീവികളിലും ജീവൽ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ഇവയുടെ ശരീരം നിർമ്മിച്ചത് എന്തുകൊണ്ടാകാം എന്നാണ് ചോദ്യം. ടൈനി യൂണിറ്റ്സ് ഓഫ് ദ ബോഡി. അപ്പോൾ ജീവശരീരത്തിലെ ചെറിയ ഘടകങ്ങളെക്കുറിച്ചാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ദ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മെനി സ്മോൾ യൂണിറ്റ്സ്. നമ്മുടെ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കുറേ ചെറിയ ഘടകങ്ങൾ ചേർന്നിട്ടാണ്. ഈവൻ ദ ബോഡി ഓഫ് ടൈനി ആൻറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് 1000 ഓഫ് സച്ച് സ്മോൾ യൂണിറ്റ്സ്. ഒരു ചെറിയ കുഞ്ഞുറുമ്പിൻ്റെ ശരീരം പോലും ഇത്തരം ആയിരക്കണക്കിന് ചെറിയ ഘടകങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ദീ സ്മോൾ യൂണിറ്റ്സ് ഓഫ് ദ ബോഡി ആർ കോൾഡ് സെൽസ്. ഈ ചെറു ഘടകങ്ങളെയാണ് നമ്മൾ സെൽസ് അഥവാ കോശങ്ങളെന്ന് വിളിക്കുന്നത്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബോഡി എന്ത് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? മെനി സ്മോൾ യൂണിറ്റ്സ്. ഈവൻ ദ ബോഡി ഓഫ് ടൈനി ആൻറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് 1000 ഓഫ് സച്ച് സ്മോൾ യൂണിറ്റ്സ്. ഇങ്ങനെ ആയിരക്കണക്കിന് ചെറിയ ചെറിയ യൂണിറ്റ്സ് ഒരുമിച്ച് വരുമ്പോഴാണ് ഒരു ആൻറ്റിൻ്റെ ബോഡി പോലും ഫോം ആവുന്നത്. ദീ സ്മോൾ യൂണിറ്റ്സ് ഓഫ് ദ ബോഡി ആർ കോൾഡ് സെൽസ്. ഈ സ്മോൾ യൂണിറ്റ്സ് നമ്മൾ എന്താണ് വിളിക്കുക? സെൽസ്. മലയാളത്തിൽ പറഞ്ഞ കോശങ്ങൾ. There are organisms with only one cell. ഇനി ഒരു സെല്ല് മാത്രമുള്ള ജീവികളും ഉണ്ട്. ഇവരെയാണ് നമ്മൾ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് എന്ന് വിളിക്കുന്നത്. യൂണി എന്ന് പറയുമ്പോൾ തന്നെ 1 ആണല്ലേ. അപ്പം 1 സെല്ലുള്ള ഓർഗാനിസമിനെ നമ്മൾ എന്താ വിളിക്കുക? യൂണിസെല്ലുലാർ ഓർഗാനിസം. അമീബ, പാരമീസിയം, യുഗ്ലീന, ബാക്ടീരിയ. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന പിക്ചർ ഒബ്സർവ് ചെയ്യുക. അമീബ, യുഗ്ലീന, പാരമീസിയം, ബാക്ടീരിയ. ഇവർക്കൊക്കെ നിങ്ങൾക്ക് നടുക്കൊരു വട്ടം കാണാം അല്ലേ. അവരൊക്കെ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആണ്. അവർക്ക് ഒരു സെല്ല് മാത്രമേ ഉള്ളൂ. ഓർഗാനിസംസ് വിത്ത് മോർ ദാൻ 1 സെൽ ഇൻ ദ ബോഡി ആർ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. യൂണിസെല്ലുലർ കഴിഞ്ഞാൽ അതായത് ഒന്നിൽ കൂടുതൽ സെൽസ് ഉള്ള ഓർഗാനിസമിനെ നമ്മൾ എന്താണ് ഒബ്വിയസ്ലി വിളിക്കുക? മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് അല്ലേ. ഒന്നിൽ കൂടുതൽ കോശങ്ങളുള്ള, ഒന്നിൽ കൂടുതൽ സെൽസ് ബോഡിയിലുണ്ടെങ്കിൽ ആ ഓർഗാനിസംസിനെ വിളിക്കുന്ന പേരാണ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ആർ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. ഇതും നമുക്കറിയുന്ന കാര്യമാണ്. ആനിമൽസും പ്ലാന്റ്സും ഒക്കെ മൾട്ടി സെല്ലുലാർ ഓർഗാനിസമാണ്. അപ്പോൾ ഇവിടുന്ന് വരാവുന്ന ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ യൂണിസെല്ലുലാർ ഓർഗാനിസംസ്? അതിൻ്റെ എക്സാമ്പിൾ. പിന്നെ വാട്ട് ആർ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം? അതിൻ്റെ എക്സാമ്പിൾ. എന്താണ് എക്സാമ്പിൾ? ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ആണ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിൻ്റെ എക്സാമ്പിൾ. യൂണിസെല്ലുലറിൻ്റെ എക്സാമ്പിൾ ആണെങ്കിലോ അമീബ, പാരമീസിയം, യുഗ്ലീന, ബാക്ടീരിയ എക്സെട്ര. What you observe through the microscope are unicellular organisms. Why is it that these unicellular organisms are invisibly small while the
ant is larger than them. അപ്പോൾ നിങ്ങൾ മൈക്രോസ്കോപ്പിലേക്ക് കൂടെ കണ്ട ജീവികൾ ഉറുമ്പിനേക്കാളും ചെറുതായിരിക്കും, അതായത് നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത വിധം ചെറുതായിരിക്കും. പക്ഷേ ഉറുമ്പിൻ്റെ ശരീരം കുറച്ചുകൂടെ വലുതാണ്, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെന്തായിരിക്കും കാരണം? ഡു സെൽസ് ഗ്രോ അപ്പ് വിത്ത് എ ചൈൽഡ്? പിന്നെന്താണ് ചോദിക്കുന്നത്? കുട്ടി വളർന്ന് വലുതാകുമ്പോൾ കുട്ടിയുടെ സെൽസ് വലുതാവുന്നുണ്ടോ എന്നാണ് ചോദ്യം. Let us observe the cells of two persons of different age groups to find this. നമുക്ക് ഒരു കുട്ടിയുടെയും ഒരു അഡൾട്ടിൻ്റെയും സെൽസ് വെച്ച് കമ്പയർ ചെയ്തിട്ട് ഇതിൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കാം. മെറ്റീരിയൽസ് റിക്വയർഡ് എന്തൊക്കെയാണ്? മൈക്രോസ്കോപ്പ്, സ്ലൈഡ്, പ്യുവർ വാട്ടർ, മെഥിലിൻ ബ്ലൂ സ്റ്റെയിൻ, 2 ന്യൂ ടൂത്ത് ബ്രഷസ് ആൻഡ് കവർ ഗ്ലാസ്. അപ്പോൾ നമ്മൾ ഓൾറെഡി നമുക്കറിയുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? മൈക്രോസ്കോപ്പ് വേണം, സ്ലൈഡ് വേണം, പ്യുവർ വാട്ടർ എന്താണെന്ന് അറിയാം, പിന്നെ കവർ ഗ്ലാസ് വേണം, പിന്നെ ബ്ലൂ സ്റ്റെയിൻ. മെഥിലിൻ ബ്ലൂ സ്റ്റെയിൻ ഇവിടെ കൊടുത്തിരിക്കുന്ന കുപ്പിയാണ്, അത് ജസ്റ്റ് സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെൽസിനെ കുറച്ചുകൂടെ വൃത്തിക്ക് കുറച്ചുകൂടെ എടുത്ത് കാണിക്കും, അതുകൊണ്ടാണ് നമ്മൾ മെഥിലിൻ ബ്ലൂ സ്റ്റെയിൻ യൂസ് ചെയ്യുന്നത്. പിന്നെ പുതിയ 2 ടൂത്ത് ബ്രഷാണ് വേണ്ടത്. ഒബ്സർവ് ദ ചീക്ക് സെൽസ് ഓഫ് എ ചൈൽഡ് ആൻഡ് ദോസ് ഓഫ് എ ടീച്ചർ ത്രൂ എ മൈക്രോസ്കോപ്പ്. ആർ ദീസ് സെൽസ് ദ സെയിം ആസ് എ ഫിഗർ ഷോൺ ബിലോ? ക്ലാസ്സിലുള്ള ഒരു കുട്ടിയുടെയും ടീച്ചറിൻ്റെയും സെൽസ് ഒബ്സർവ് ചെയ്യാനാണ് പറയുന്നത്. ഈ സെൽസിന് ഷേപ്പിലും സൈസിലും മാറ്റമുണ്ടോ? ഇതൊക്കെയാണ് നോക്കേണ്ടത് നിങ്ങൾ. ഇനി ഈ എക്സ്പെരിമെൻറ്റ് എങ്ങനെ ചെയ്യാം നോക്കാം. വാഷ് ദ മൗത്ത് thoroughly വിത്ത് ക്ലീൻ വാട്ടർ. ആദ്യം വായി നന്നായി വെള്ളം വെച്ച് കഴുകുക. സ്ക്രേപ്പ് ദ ഇൻറ്റേർണൽ സർഫസ് ഓഫ് ദ ചീക്ക് യൂസിങ് എ ന്യൂ ടൂത്ത് ബ്രഷ്. പുതിയൊരു ബ്രഷ് എടുത്തിട്ട് വായിക്കകത്തിട്ടിട്ട് ചീക്കിൻ്റെ സൈഡിൽ ഒന്ന് ഉരയ്ക്കുക. പ്ലേസ് ദ ചീക്ക് സ്ക്രാപ്പ് ഇൻ ദ ഡ്രോപ്പ് ഓഫ് വാട്ടർ ഓൺ ദ സ്ലൈഡ്. അപ്പോൾ നമ്മൾ ആദ്യം സ്ലൈഡിൽ ഒരു തുള്ളി വെള്ളം ഒറ്റിക്കും, അതിലോട്ട് ഈ ടൂത്ത് ബ്രഷ് ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചീക്ക് സെൽസ് ആ വെള്ളത്തിലോട്ട് പോകും. സ്പ്രെഡ് ദിസ് ആൻഡ് ആഡ് എ ഡ്രോപ്പ് ഓഫ് സ്റ്റെയിൻ. എന്നിട്ട് ഇതൊന്ന് കലക്കിയതിന് ശേഷം അതിലോട്ട് ഒരു തുള്ളി സ്റ്റെയിൻ ഒട്ടിക്കുക. കവർ ഇറ്റ് വിത്ത് എ കവർ ഗ്ലാസ് ആൻഡ് ഒബ്സർവ് ദ സ്ലൈഡ് ത്രൂ എ മൈക്രോസ്കോപ്പ്. എന്നിട്ട് കവർ ഗ്ലാസ് വെച്ച് അടച്ചതിന് ശേഷം മൈക്രോസ്കോപ്പിൽ കൊണ്ടുപോയി ഒബ്സർവ് ചെയ്യുക. ഇവിടെ കൊടുത്തിരിക്കുന്ന പിക്ചർ നോക്കിയേ, ഇവിടെ പേർപ്പിളാണ്, ഞാൻ എടുത്തിരിക്കുന്ന പിക്ചർ ബ്ലൂ ആണ്. മെഥിലിൻ ബ്ലൂ യൂസ് ചെയ്ത് സ്റ്റെയിൻ ചെയ്ത ചീക്ക് സെല്ലാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കാണാം? എങ്ങനെ ഇരിക്കുന്നു? ഇങ്ങനെയാണല്ലേ, ഒരു ബുൾസൈ പോലെയാണ് ചീക്ക് സെൽ ഇരിക്കുന്നത്. അപ്പോൾ ചീക്ക് സെൽ നമുക്ക് 3 പാർട്സ് ഇവിടെ കാണാം. ഫസ്റ്റ് എന്താണ്? ഈ ഒരു ഔട്ടർ പോർഷനെ നമ്മൾ എന്ത് വിളിക്കും? സെൽ മെംബ്രെയിൻ എന്ന് വിളിക്കും. ഈ നടുക്കിരിക്കുന്ന വട്ടത്തിനെ നമ്മൾ എന്ത് വിളിക്കും? ന്യൂക്ലിയസ് എന്ന് വിളിക്കും. ആൻഡ് ഇവരുടെ രണ്ടിൻ്റെ ഇടയിൽ ഒരു ദ്രാവകം പോലെ ഇരിക്കും, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസം എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഡു യു നോട്ടീസ് എനി ഡിഫറൻസ് ഇൻ ദ സൈസ് ഓഫ് ചീക്ക് സെൽസ് ഓഫ് ദ അഡൾട്ട് ആൻഡ് ചൈൽഡ്? അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് ഒരു ടീച്ചറിൻ്റെയും കുട്ടീൻ്റെയും ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെൽസിൽ ഷേപ്പിനും സൈസിനും ഒന്നും ഒരു മാറ്റം ഉണ്ടാവില്ല, രണ്ടും കാണാൻ ഒരുപോലെ തന്നെയാണ് ഇരിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഒരു കുട്ടി ചെറുതും ഒരാൾ വലുതും ആവുന്നത്? നമ്മുടെ സെൽസിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നില്ലെങ്കിൽ കുട്ടി എങ്ങനെയാണ് വലുതാവുന്നതെന്നൊരു ചോദ്യം ഉണ്ടാവും അല്ലേ? ഹൗ ഡസ് ദ ബോഡി ഗ്രോ വിത്തൗട്ട് ബ്രിങ്ങിങ് അബൌട്ട് എനി ചേഞ്ച് ഇൻ ദ സൈസ് ഓഫ് സെൽ? അപ്പം സൈസിൻ്റെ സെല്ലൊന്നും മാറാണ്ട് ഒരു കുട്ടി എങ്ങനെയാണ് വലുതാവുന്നത്? നമുക്ക് അത് വേറൊരു എക്സാമ്പിൾ വെച്ചിട്ട് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ഡ്രോ യുവർ ഇൻഫറൻസസ്. ഡു വി യൂസ് ബിഗ് ബ്രിക്സ് ഫോർ ബിൽഡിംഗ് big houses and small ones for small houses? What is the reason for the difference in size of houses? അപ്പോൾ നമ്മളൊരു കുഞ്ഞു വീട് വെക്കുകയാണെന്ന് വിചാരിക്കുക, ഒരു വലിയ വീടും വെക്കുന്നുണ്ടോ വിചാരിക്കുക. അപ്പോൾ നമ്മൾ കുഞ്ഞു വീടിന് കുഞ്ഞു കല്ലുകളും ഇഷ്ടികയുടെ സൈസുള്ള കല്ലുകളും, വലിയ വീടിനേക്ക് ആ ഒരു റെഡ് ബ്രിക്കോ അങ്ങനെയാണോ യൂസ് ചെയ്യുന്നത്? അല്ല, രണ്ടിനും നമ്മൾ റെഡ് ബ്രിക്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ കുഞ്ഞു വീട് ഉണ്ടാക്കാൻ കുറച്ച് റെഡ് ബ്രിക്സും വലിയ വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ റെഡ് ബ്രിക്സും ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ആൻസർ മനസ്സിലായോ? സെൽസിൻ്റെ ഷേപ്പും സൈസും ഒന്നും അല്ല മാറുന്നത്, എണ്ണത്തിലാണ് ഡിഫറൻസ് വരുന്നത്. ഒരു ചൈൽഡിൽ ഉണ്ടാകുന്ന നമ്പർ ഓഫ് സെൽസ് ആൻഡ് ഒരു അഡൾട്ടിൽ ഉണ്ടാകുന്ന നമ്പർ ഓഫ് സെൽസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു കുട്ടിയിൽ കുറച്ച് നമ്പർ ഓഫ് സെൽസേ ഉണ്ടാവും, കോശങ്ങളുടെ എണ്ണം കുറവായിരിക്കും. വലുതാവും തോറും കോശങ്ങളുടെ എണ്ണം, സെൽസിൻ്റെ എണ്ണം കൂടിക്കൂടി വരും. അങ്ങനെയാണ് ഒരു കുട്ടി വലുതാവുന്നത്. How many cells? It is said that there are billions of cells in the human body. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? മനുഷ്യൻ്റെ ശരീരത്തിൽ ലക്ഷക്കണക്കിന് കോടി കോശങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ആനയുടെ ശരീരത്തിൽ എത്ര ഉണ്ടാവുമെന്ന് ഊഹിച്ചു നോക്ക്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ്. Is the shape of all cells in human body the same as of cheek cells? അപ്പോൾ നമ്മളിപ്പോൾ കണ്ട ചീക്ക് സെൽസ് പോലെ തന്നെ ആയിരിക്കുമോ നമ്മുടെ ഹ്യൂമൻ ബോഡിയിലുള്ള മറ്റ് സെൽസ് എന്നാണ് ചോദ്യം. അല്ല, നമുക്ക് പക്ഷേ ആക്ടിവിറ്റി വെച്ച് നോക്കാം. ടേക്ക് ദ സ്ലൈഡ് ഓഫ് ബ്ലഡ് സെൽസ് ഫ്രം സ്കൂൾ ലാബ് ആൻഡ് ഒബ്സർവ് ഇറ്റ് ത്രൂ എ മൈക്രോസ്കോപ്പ്.
is the shape of cells similar to cheek cells which we observed earlier. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും, നമ്മൾ ഓൾറെഡി ചീക്ക് സെൽസ് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞു, നമുക്കറിയാം ഇതിൻ്റെ പേരെന്താണ്, ചീക്ക് സെൽസ്. ആൻഡ് ഇതെന്താണ്, ബ്ലഡ് സെൽസ് ആണ്. രണ്ടും കാണാൻ ഒരുപോലെയാണോ ഇരിക്കുന്നത്? അല്ല. ബ്ലഡ് സെൽസ് കുറച്ചുകൂടെ ചെറുതാണ്, ചീക്ക് സെൽസ് കുറച്ചുകൂടെ വലുതായിട്ടാണ്. നമുക്ക് ആ ഒരു ഡിഫറൻസ് തന്നെ ഫസ്റ്റ് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് ഇൻ ഹ്യൂമൻ ബോഡി. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന മസിൽ സെൽസ് നോക്കുക, ന്യൂറോൺ നോക്കുക. ന്യൂറോൺ എവിടെയാണ്? നെർവസ് സിസ്റ്റത്തിൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റാണ് ന്യൂറോൺ. നമ്മുടെ ബോഡിയിൽ ത്രൂ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന ആളാണ് ന്യൂറോൺ. അപ്പോൾ മസിൽ സെൽസും ന്യൂറോണും കാണാൻ ഒരുപോലെയാണോ ഇരിക്കുന്നത്? അല്ല. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് ലൈക്ക് ദീസ് ഇൻ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. അപ്പോൾ ഒന്നിൽ കൂടുതൽ സെൽസ് ഉള്ള ഓർഗാനിസത്തിലൊക്കെ എന്താണുള്ളത്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസാണ്, പലതരത്തിലുള്ള കോശങ്ങളാണ് ഉള്ളത് ഇൻസൈഡ് ദ സെൽ. Now we have learned about different kinds of cells. There are certain common components in all cells. നമ്മൾ പലവിധം കോശങ്ങളെക്കുറിച്ച് പഠിച്ചു. എല്ലാ കോശങ്ങളിലും പൊതുവായ ചില ഘടകങ്ങളുണ്ട്, അതായത് കോമൺ ആയിട്ടുള്ള കുറച്ച് കോമ്പണൻസ് ഉണ്ട് എല്ലാ സെൽസിലും. എക്സാമിൻ ദ ഫിഗർ ഓഫ് ദ ആനിമൽ സെൽ ആൻഡ് നോട്ട് ഡൗൺ ദ പാർട്സ് ഓഫ് ദ സെൽ ഇൻ യുവർ സയൻസ് ഡയറി. അപ്പോൾ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആനിമൽ സെല്ലിന് നമുക്ക് ആദ്യം നോക്കാം. ഇവിടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന പിക്ചർ ഒബ്സർവ് ചെയ്യുക എല്ലാവരും. എന്തൊക്കെ പാർട്സാണ് കൊടുത്തിരിക്കുന്നത്? ഒരു സെൽ മെംബ്രെയിൻ ഉണ്ട്, സൈറ്റോപ്ലാസം കൊടുത്തിട്ടുണ്ട്, ന്യൂക്ലിയസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചീക്ക് സെൽസിൽ ഇത് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞു. ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസം, സെൽ മെംബ്രെയിൻ എക്സെട്ര ആർ സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് എ സെൽ. ന്യൂക്ലിയസ് എന്ന് വെച്ചാൽ മർമ്മം, സൈറ്റോപ്ലാസം എന്ന് വെച്ചാൽ കോശദ്രവം. കാരണം അതൊരു ദ്രാവകം പോലെയാണ് ഇരിക്കുന്നത്, ഒരു ഫ്ലൂയിഡ് പോലെയാണ് ഈ സൈറ്റോപ്ലാസം, ഈ ബ്ലൂ കളർ ഏരിയ ഇരിക്കുക. സെൽ മെംബ്രെയിൻ എന്താണ്? കോശസ്തരം, അതായത് ഒരു പെരിമീറ്റർ, ഈ സെല്ലിൻ്റെ പെരിമീറ്റർ ആയിട്ട് ആലോചിച്ചാൽ മതി, എൻ്റെ ചുറ്റും ഇരിക്കുന്ന ഒരു സാധനം. ആ സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് എ സെൽ. ഇത് ഈ ഒരു സെല്ലിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്സ് ആണ്. ന്യൂക്ലിയസ് ഇസ് ദ സെൻറ്റർ ഓഫ് ദ സെൽ. അപ്പോൾ സെല്ലിൻ്റെ നടുക്കിരിക്കുന്ന ആളാരാണ്? ന്യൂക്ലിയസ്. സെൽ മെംബ്രെയിൻ ഇസ് ദ കവറിങ് ഓഫ് ദ സെൽ. സെൽ മെംബ്രെയിൻ എന്താണ്? ഈ കോശത്തിൻ്റെ കവറിങ് ആണ്, എൻഡിൽ കവർ ചെയ്യുന്ന ആളാണ് സെൽ മെംബ്രെയിൻ. ദ മെട്രിക്സ് ഫിൽഡ് ഇൻസൈഡ് ദ സെൽ മെംബ്രെയിൻ ഇസ് ദ സൈറ്റോപ്ലാസം. അപ്പോൾ ഈ സെൽ മെംബ്രെയിൻ്റെ അകത്തിരിക്കുന്ന ഒരു ദ്രാവക പദാർത്ഥത്തിനെയാണ് നമ്മൾ സൈറ്റോപ്ലാസം എന്ന് വിളിക്കുന്നത്. അതൊരു ഫ്ലൂയിഡ് പോലെയാണ് ഇരിക്കുന്നത്, സൈറ്റോപ്ലാസം. ഓക്കെ, ഡ്രോ ദ ഫോളോയിങ് ഫിഗേഴ്സ് ഇൻ യുവർ സയൻസ് ഡയറി ആൻഡ് ലേബൽ ദ പാർട്സ്. ഓക്കെ, ലേബൽ ദ പാർട്സ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇതാരാണ്? സെൽ മെംബ്രെയിൻ. നടുക്കിരിക്കുന്ന ആരാണ്? ന്യൂക്ലിയസ്. അകത്തിരിക്കുന്ന ആളാരാണ്? സൈറ്റോപ്ലാസം. വൈറ്റ് ബ്ലഡ് സെല്ലിൻ്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ആക്ച്വൽ പിക്ചർ ഞാൻ സൈഡ് കൊടുത്തിട്ടുണ്ട്, നോക്കുക. വൈറ്റ് ബ്ലഡ് സെൽ ആരാണ്? നമ്മുടെ പാത്തജൻസിനൊക്കെ ഫൈറ്റ് ചെയ്യുന്നത് വൈറ്റ് ബ്ലഡ്സ് ആണല്ലേ. വി ഹാവ് ഐഡൻറ്റിഫൈഡ് ദറ്റ് ആനിമൽ ബോഡി ഇസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. നൗ വാട്ട് അബൌട്ട് ദ പ്ലാന്റ് ബോഡി? ഇപ്പോൾ നമ്മൾ നോക്കിയത് ആനിമൽ ബോഡിയിലുള്ള സെൽസിനെയാണ്. ഇനി പ്ലാന്റ് ബോഡിയിലെ സെൽ എങ്ങനെ ഇരിക്കുന്നു നോക്കാം. സസ്യ ശരീരം. ഓക്കെ, ലെറ്റ് us എക്സാമിൻ എ പാർട്ട് ഓഫ് എ പ്ലാന്റ്. ഏതെങ്കിലും ഒരു പ്ലാന്റിൻ്റെ പാർട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാം. ഒബ്സർവ് ദ അനിയൻ പീൽ ത്രൂ എ മൈക്രോസ്കോപ്പ്. ഡ്രോ ദി ഔട്ട്ലൈൻ ഓഫ് ദ ഷേപ്പ് യു ഹാവ് ഒബ്സർവ്ഡ് ഇൻ യുവർ സയൻസ് ഡയറി. കമ്പയർ ഇറ്റ് വിത്ത് എ ഫിഗർ ഗിവൻ ബിലോ. അപ്പോൾ നമുക്ക് ഉള്ളിത്തോലാണ് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പോകുന്നത്. മെത്തേഡ് എന്താണ്? മെത്തേഡ് ഓഫ് പ്രിപ്പയറിംഗ് ദ സ്ലൈഡ്. റിമൂവ് ദ ഡ്രൈ ഔട്ടർ ലെയേഴ്സ് ഓഫ് അനിയൻ. ഉള്ളിയുടെ പുറമേയുള്ള ഉണങ്ങിയ തൊലിയൊക്കെ എടുത്ത് കളയുക. പീൽ ഓഫ് ദ തിൻ ലെയർ ഫ്രം ദ ഫ്ലഷി പാർട്ട്. പിന്നെ ആ ഒരു ഫ്ലഷ്, മാംസം പോലെയുള്ള ഭാഗത്തുനിന്ന് ഒരു നേരത്തെ തൊലി എടുക്കുക. കീപ് ദിസ് ഇൻ വാട്ടർ ഇൻ എ വാച്ച് ഗ്ലാസ്. ഇതൊരു വാച്ച് ഗ്ലാസ്സിലെ വെള്ളത്തിൽ വയ്ക്കാം. ആഫ്റ്റർ സ്ട്രെയിനിങ് ഇറ്റ്, പ്ലേസ് എ സ്മോൾ പോർഷൻ ഓൺ എ സ്ലൈഡ് ബൈ യൂസിങ് എ ബ്രഷ്. എന്നിട്ടിത് സ്ട്രെയിൻ ചെയ്തതിന് ശേഷം ഒരു ബ്രഷ് കൊണ്ട് ചെറിയ ഭാഗം സ്ലൈഡിലെടുത്ത് വെക്കുക, കവർ ഗ്ലാസ് വെച്ച് മൂടുക. അപ്പോൾ നമുക്ക് സ്റ്റെയിൻ ബ്ലൂ കളർ ആവാം, പേർപ്പിൾ ആവാം, അതൊന്നും മാറ്റർ ചെയ്യുന്നില്ല. ഇവിടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന പിക്ചർ നോക്കുക. ഇങ്ങനെയാണ് മൈക്രോസ്കോപ്പ് ത്രൂ നോക്കിയാൽ നമുക്ക് അനിയൻ പീലിൻ്റെ സെല്ല് കാണാൻ പറ്റുന്നത്. ഡൈവേഴ്സിറ്റി ഇൻ പ്ലാന്റ് സെൽസ് ടു. ഹാവ് യു ഒബ്സർവ്ഡ് ഗാർഡ് സെൽസ് ഇൻ യുവർ ലോവർ ക്ലാസ്സസ്? നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ ഗാർഡ് സെൽസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന പിക്ചർ കൊടുക്കാം. ഈ ഒരു ഷേപ്പിൽ ഈ ഗ്രീൻ കളർ ആളാണ് ഗാർഡ് സെൽ. ഓക്കെ, ഡോണ്ട് യു സീ അതർ സെൽസ് ഓൾസോ വിത്ത് ദ ഗാർഡ് സെൽസ് ഇൻ ദ ഗിവൺ ഫിഗർ? അപ്പോൾ ഗാർഡ് സെൽസിൻ്റെ കൂടെ തന്നെ നമുക്ക് വേറെയും സെൽസിനെ കാണാൻ പറ്റും. ആർ ദ ഗാർഡ് സെൽസ് ദ അതർ സെൽസ് ഇൻ ദ ലീവ്സ് ആൻഡ് സെൽസ് ഇൻ ദ അനിയൻ പീൽ സെയിം ഇൻ ഷേപ്പ് ആൻഡ് സൈസ്? അപ്പോൾ ഇവരൊക്കെ എന്താണ്, വലിപ്പം, ആകൃതി ഇതൊക്കെ ഒരുപോലെയാണോ?
അല്ല അല്ലേ. അതർ പാർട്സ് യു ഹാവ് ലേബിൾഡ് ഇൻ ആനിമൽ സെൽസ് സീൻ ഇൻ പ്ലാന്റ് സെൽസ് ടു. അടുത്ത ചോദ്യം എന്താണ്? പ്ലാന്റ് സെല്ലിൽ ലേബിൾ ചെയ്തിരിക്കുന്നവരൊക്കെ ആനിമൽ സെല്ലും കാണാൻ സാധിക്കുമോ? ഈസ് ദർ എനി പാർട്ട് ഇൻ എ പ്ലാന്റ് സെൽ വിച്ച് ഇസ് നോട്ട് ദർ ഇൻ ആനിമൽ സെൽ? അതായത് ആനിമൽ സെല്ലിൽ കാണാത്ത എന്തെങ്കിലും നിങ്ങൾക്ക് പ്ലാന്റ് സെല്ലിൽ കാണാൻ പറ്റുമോ? താഴെ കൊടുത്തിരിക്കുന്ന പിക്ചർ ഒബ്സർവ് ചെയ്യുക. കോമൺ ആയിട്ട് നമുക്ക് ആരൊക്കെയുണ്ട്? ഒരാൾ ആരാണ്? ന്യൂക്ലിയസ് ഉണ്ട്. അത് ആനിമൽ സെല്ലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, പ്ലാന്റ് സെല്ലും നമുക്ക് കാണാൻ പറ്റും. പിന്നെ ആരാ? സൈറ്റോപ്ലാസം, ആ ഒരു ഫ്ലൂയിഡ്, അത് നമുക്ക് പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലും കാണാൻ പറ്റും. പിന്നെ ആരാ ഉള്ളത്? വാക്യൂൾ. വാക്യൂൾ എന്ന് വെച്ചാൽ ഒന്നുമില്ലാത്തൊരു ഭാഗം, അത് ആനിമൽ സെല്ലും ഉണ്ട് ഇവിടെ, പിന്നെ പ്ലാന്റ് സെല്ലും കൊടുത്തിട്ടുണ്ട്. സെൽ മെംബ്രെയിൻ ആനിമൽ സെല്ലും ഉണ്ട്, പ്ലാന്റ് സെല്ലും ഉണ്ട്. ആരാണ് നമുക്ക് പ്ലാന്റ് സെല്ലിന് എക്സ്ട്രാ ഉള്ള ആൾക്കാർ ആരാണ്? ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, പിന്നെ സെൽ വാൾ ഉണ്ട്. ഇത് രണ്ടുപേരുമാണ് പ്ലാന്റ് സെല്ലിൽ എക്സ്ട്രാ ഇവിടെ കൊടുത്തിരിക്കുന്നത്. താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പ്ലാന്റ് സെല്ലിലുള്ളത്, ആനിമൽ സെല്ലിലുള്ളത്, അത് കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഫിഗർ അനുസരിച്ചിട്ട് ഓരോ പാർട്സ് എഴുതുക. ആനിമൽ സെല്ലുണ്ടെങ്കിൽ അവിടെ ടിക്ക് ഇടുക, ഇല്ലെങ്കിൽ ലീവ് ചെയ്യുക. യു ഹാവ് നോട്ടീസ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ പ്ലാന്റ് ആൻഡ് ആനിമൽ സെൽസ്. പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ നോക്കിക്കഴിഞ്ഞു അല്ലേ. ആർ ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് എ പ്ലാന്റ് മെയ്ഡ് അപ്പ് ഓഫ് സിമിലർ കൈൻഡ്സ് ഓഫ് സെൽസ്? അപ്പം പ്ലാന്റ്സിൻ്റെ ഓരോ പാർട്ടും ഒരുപോലെയുള്ള സെല്ല് വെച്ചിട്ടാണോ ഫോം ചെയ്തിരിക്കുന്നത്? അപ്പോൾ നമ്മൾ ആനിമലിൽ നോക്കി ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സെൽസ് നമുക്ക് കാണാൻ പറ്റും. ആനിമലും പ്ലാന്റും ഒക്കെ എന്താണ്? മൾട്ടി സെല്ലുലാർ ഓർഗാനിസമാണ്. അപ്പോൾ ഇതിലൊക്കെ എല്ലാ സെൽസും കാണാൻ ഒരുപോലെയാണോ എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കത് നോക്കാൻ വേണ്ടിയിട്ട് അടുത്തൊരു എക്സ്പെരിമെൻ്റ് ആണ്. ടേക്ക് എ ക്രോസ് സെക്ഷൻ ഓഫ് എ ടെൻഡർ സ്റ്റെം ഓഫ് എ പ്ലാന്റ് യൂസിങ് എ ഷാർപ്പ് ബ്ലേഡ്. അപ്പോൾ ഒരു സ്റ്റെം എടുക്കുക, ഒരു മൂർച്ചയുള്ള ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ഒരു ചെടിയുടെ തണ്ടിൽ നിന്ന് ഒരു പീസ് എടുക്കാനാണ് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി തിൻ ആൻഡ് കംപ്ലീറ്റ്. അപ്പോൾ ഇതാണ് ഒരു ചെടിയുടെ സ്റ്റെമ്മെങ്കിൽ കട്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? ഒരു തിൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് മെലിഞ്ഞൊരു പോർഷനാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, പ്ലേസ് ദ സെക്ഷൻ ഓൺ എ സ്ലൈഡ് ആൻഡ് ഒബ്സർവ് ഇറ്റ് ത്രൂ ദ മൈക്രോസ്കോപ്പ്. നമുക്കിപ്പോൾ ഓൾറെഡി അറിയാം, നമ്മൾ സ്ലൈഡിൽ വെക്കും, കവർ ഗ്ലാസ് വയ്ക്കും, മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യും. യു ക്യാൻ സീ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ് സെൽസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പിക്ചറിൽ തന്നെ കാണാം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ് സെൽസ് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. നോക്ക്, ഇതാണ് ആക്ച്വൽ ഇമേജ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ പലവിധം സെൽസ് കാണാൻ പറ്റുന്നുണ്ട്. അതൊക്കെ ഇവിടെ ലേബലും ചെയ്തിട്ടുണ്ട്. ഇതൊന്നും നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ബട്ട് എന്താണ് മനസ്സിലാക്കാനുള്ളത്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസാണ് നിങ്ങൾക്ക് ഒരു പ്ലാന്റ് സെൽ ഒബ്സർവ് ചെയ്യുമ്പോൾ, ഒരു പ്ലാന്റിൻ്റെ സ്റ്റെം ഒബ്സർവ് ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നത്. We have learned that the body of animals and plants are made up of cells. നമ്മളിപ്പോൾ എന്താണ് പഠിച്ചിരിക്കുന്നത്? ഒരു ആനിമലിൻ്റെയും പ്ലാന്റിൻ്റെയും ഒക്കെ ബോഡി സെൽസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, കോശങ്ങളാൽ നിർമ്മിതമാണല്ലേ. പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഹാവ് സെൽസ് ദാറ്റ് ഡിഫർ ഇൻ ഷേപ്പ് ആൻഡ് സൈസ്. പ്ലാന്റിൻ്റെയും ആനിമൽസിൻ്റെ ഒക്കെ സെൽസ് ഒരുപോലെയാണോ കാണാൻ? അല്ല, എല്ലാം വ്യത്യസ്തമാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ദ ലൈഫ് സസ്റ്റെയിനിങ് ആക്ടിവിറ്റീസ് ടേക്ക് പ്ലേസ് ബൈ ദ കോർഡിനേഷൻ ഓഫ് ദീസ് സെൽസ്. അപ്പോൾ ജീവൻ നിലനിർത്താൻ വേണ്ട പ്രവർത്തനങ്ങളൊക്കെ ഈ കോശങ്ങൾ ഒരുമിച്ച് ഒരു കൂട്ടായ്മയായിട്ട് ആണ് നടത്തിക്കൊണ്ടുവരുന്നത്. ഓക്കെ, ലേണിംഗ് ഔട്ട്കംസ് എന്തൊക്കെയാണ്? ദ ലേണർ ക്യാൻ എക്സ്പ്ലെയിൻ ദാറ്റ് സെൽ ഇസ് ദ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ലൈഫ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞു, സെൽ ഇസ് ദ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ലൈഫ്. എക്സ്പ്ലെയിൻ യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് വിത്ത് എക്സാമ്പിൾ. അതും നമ്മൾ നോക്കിക്കഴിഞ്ഞു. യൂണിസെല്ലുലാറിന് ഒരു സെല്ല് ഉണ്ടാവും, മൾട്ടി സെല്ലുലാറിന് ഒന്നിൽ കൂടുതൽ സെൽസ് ഉണ്ടാവും. യൂണിസെല്ലുലാറിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് എന്തൊക്കെ പറയാം? അമീബ പറയാം, പാരമീസിയം പറയാം. മൾട്ടി സെല്ലുലാർ ഏത് ആനിമലിനെയും ഏത് പ്ലാന്റിനെയും ഒക്കെ നെയിം ചെയ്യാം. ഐഡൻറ്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ ദാറ്റ് ദ സൈസ് ഓഫ് ഓർഗാനിസം ഇസ് നോട്ട് ബേസ്ഡ് ഓൺ ദ സൈസ് ഓഫ് ദ സെൽ ബട്ട് ദ നമ്പർ ഓഫ് സെൽസ്. നമ്മൾ വീടും ബ്രിക്സും ആ ഒരു എക്സാമ്പിൾ വെച്ച് പഠിച്ചു കഴിഞ്ഞു അല്ലേ. സൈസ്, ഒരു കുട്ടിയുടെ ചീക്ക് സെല്ലും ഒരു അഡൾട്ടിൻ്റെ ചീക്ക് സെല്ലും ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും കാണാൻ ഒരുപോലെയാണ്, പക്ഷേ നമ്പർ ഓഫ് സെൽസ് ആണ് വ്യത്യസ്തമാകുന്നത്. അതുകൊണ്ടാണ് സൈസിൽ ഡിഫറൻസ് വരുന്നത്. അതും നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഐഡൻറ്റിഫൈ ആൻഡ് ഇല്ലുസ്ട്രേറ്റ് പാർട്സ് ഓഫ് ദ സെൽ. അപ്പോൾ ഒരു സെൽ വരയ്ക്കാൻ പറ്റും, നമ്മൾ എന്തൊക്കെ വരയ്ക്കും? ആദ്യം ന്യൂക്ലിയസ് വരയ്ക്കും, സെൽ മെംബ്രെയിൻ വരയ്ക്കും, പിന്നെ സൈറ്റോപ്ലാസം വരയ്ക്കും. ഇല്ലുസ്ട്രേറ്റ് പ്ലാന്റ് സെൽ ആൻഡ് ആനിമൽ സെൽ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എന്താണ് ചെയ്യുക? ഏത് പിക്ചറാണ് വരയ്ക്കേണ്ടത്? ഈ ഒരു ഫിഗറാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പം എന്താണ് പ്ലാന്റ് സെല്ലിൽ അധികം ഉള്ളത് അതൊക്കെ എഴുതണം. ഇല്ലുസ്ട്രേറ്റ് ഒബ്സർവ് സെൽസ് യൂസിങ് മൈക്രോസ്കോപ്പ്. ഇത് ക്ലാസ് ആക്ടിവിറ്റി ആയിട്ട് സ്കൂളിൽ ചെയ്യിപ്പിക്കുകയായിരിക്കും. മൈക്രോസ്കോപ്പ് വെച്ചിട്ട് സെൽസ് ഒബ്സർവ് ചെയ്യാം. Let us assess. Do you agree with the following statements? Explain.
ഫസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്, ഹാൻഡ് ലെൻസും മൈക്രോസ്കോപ്പൊക്കെ വെച്ച് നമുക്ക് സെല്ലിനെ ഒബ്സർവ് ചെയ്യാൻ പറ്റുമോ? ഹാൻഡ് ലെൻസ് വെച്ച് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ, മൈക്രോസ്കോപ്പ് തന്നെ വേണം ഒബ്സർവ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഇതിനോട് അഗ്രി ചെയ്യുന്നില്ല. ദർ ആർ ഓർഗാനിസംസ് ഓൺ ദി എർത്ത് വിത്ത് ഓൺലി വൺ സെൽ. കറക്റ്റ് അല്ലേ? നമ്മൾ എക്സാമ്പിൾസ് അടക്കം നോക്കി, അമീബ, പാരമീസിയം, യുഗ്ലീന, ഇവരൊക്കെ വൺ സെൽ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആണ്. സോ ദിസ് ഇസ് റൈറ്റ്. The difference in the size of organism is due to the difference in the size of cells. പൊട്ടത്തെറ്റാണല്ലേ, സൈസ് ഓഫ് സെൽസ് അല്ല, നമ്പർ ഓഫ് സെൽസ് ആണ് മാറുന്നത്. ഓൾ സെൽസ് ഇൻ ആൻ ഓർഗാനിസംസ് ആർ ഓഫ് ദ സെയിം കൈൻഡ്. ഒരുപോലെയാണ് സെൽസ്. നമ്മൾ ആനിമൽ സെൽ തന്നെ ഫോർ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞു, ചീക്ക് സെൽസ് ഡിഫറെൻ്റ് ആണ്, റെഡ് ബ്ലഡ് സെൽസ് കാണാൻ ഡിഫറെൻ്റ് ആണ്, വൈറ്റ് ബ്ലഡ് സെല്ല് ഡിഫറെൻ്റ് ആണ്, മസിൽ സെല്ല് ഡിഫറെൻ്റ് ആണ്. അപ്പം ഒരുപോലെയാണോ? അല്ല. Given below in the table are a few details prepared by a child comparing animal cell and plant cell. Complete the table by filling parts of the cell. First നമുക്കിവിടെ ന്യൂക്ലിയസ് എഴുതാം. ന്യൂക്ലിയസ് ലാർജ് സ്മോൾ, പ്ലാന്റ് സെല്ല് വലുതും ആനിമൽ സെല്ല് ചെറുതുമായിരിക്കും. നമ്മുടെ ടെക്സ്റ്റിലുള്ള പിക്ചർ വെച്ച് നോക്കുമ്പോൾ ആരാണ്? വാക്യൂളാണല്ലേ. വാക്യൂള് നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവും. പ്ലാന്റ് സെല്ല് വളരെ വലുതായിരുന്നു, ആ ഒരു വൈറ്റ് സ്പേസ്. പിന്നെ ആനിമൽ സെല്ല് എന്തായിരുന്നു? ചെറുതായിരുന്നു. പിന്നെ പ്ലാന്റ് സെല്ലുള്ളതും ആനിമൽ സെല്ലും ഇല്ലാത്തതുമായിട്ട് ആരാണ്? സെൽ വാൾ എഴുതാം അല്ലേ, സെൽ വാൾ. പിന്നെ പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലും കോമൺ ആയിട്ട് യെസ് കൊടുത്തിരിക്കുന്നുണ്ട്. രണ്ടിലും ഉള്ളത് എന്താണ്? സെൽ മെംബ്രെയിൻ ഉണ്ട് അല്ലേ, സെൽ മെംബ്രെയിൻ ഉണ്ട്. പിന്നെ ആരുള്ളത്? സൈറ്റോപ്ലാസം കൂടി ഉണ്ട്. നമുക്ക് സൈറ്റോപ്ലാസത്തിന് കൂടെ എഴുതാം. പിന്നെ പ്ലാന്റ് സെല്ലുള്ളതും ആനിമൽ സെല്ലില്ലാത്തതുമായിട്ട് വേറെ എന്താണ് നമുക്ക് എഴുതാൻ പറ്റുക? ക്ലോറോപ്ലാസ്റ്റ്. അത് മുകളിൽ കൊടുത്തിരിക്കുന്ന ഫിഗർ ഒബ്സർവ് ചെയ്തിട്ട് നമുക്കിത് സിമ്പിളായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ വൃത്തിക്ക് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ന്യൂക്ലിയസ് പ്ലാന്റ് സെല്ലും ഉണ്ട്, ആനിമൽ സെല്ലും ഉണ്ട്. വാക്യൂള് പ്ലാന്റ് സെല്ല് വലുതാണ്, ആനിമൽ സെല്ല് ചെറുതാണ്. സെൽ വാൾ പ്ലാന്റ് സെല്ലും ഉണ്ട്, ആനിമൽ സെല്ല് ഇല്ല. പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലും ഉള്ള രണ്ടാൾക്കാരാണ് സെൽ മെംബ്രെയിനും സൈറ്റോപ്ലാസും. ക്ലോറോപ്ലാസ്റ്റ് പ്ലാന്റ് സെല്ലുണ്ട്, ആനിമൽ സെല്ല് ഇല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. വളരെ സിമ്പിൾ ചാപ്റ്റർ ആയിരുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. എക്സാം ടൈം ആകുമ്പോൾ നമുക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ.